മഴത്തോരു മുമ്പയുടെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ഇതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വൈജയന്തിയും കൃഷ്ണമോളും രോഹിയും ബബിതയും കൂടി ചേർന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വൈജയന്തി രോഹിയുടെ അടുത്ത് ചോദിക്കുന്നത് മാനേജർ അച്ഛനെ കാണാൻ വേണ്ടി പോയിട്ട് എന്തായി എന്നുള്ള കാര്യത്തെക്കുറിച്ച്. രോഹിയുടെ മുഖം കാണുമ്പോൾ തന്നെ വൈജയന്തിക്ക് കാര്യം മനസ്സിലാവാണ് ഒന്നും നടന്നിട്ടില്ല എന്ന്. അല്ലെങ്കിലും ബാലേന്ദ്രൻ പോയിട്ട് നടന്നില്ല, പിന്നെയാണോ വെറും ജോലിക്കാരിയായ ഇവള് പോയിട്ട് വല്ല ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അലീനയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അലീന പോയിട്ട് ഒന്നും നടന്നില്ല എന്നുള്ള കാര്യം കേൾക്കുമ്പോൾ വൈജയന്തിക്കും സന്തോഷം തന്നെയാണ് കേട്ടോ. അല്ലെങ്കിലും അവള് പോയിട്ട് എന്തുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്? മുതലാളിയുടെ മകന് എഞ്ചിനീയറിംഗ് കോളേജിൽ റെക്കമെൻഡേഷന് വേണ്ടി പോയിരിക്കുന്ന ഒരു ജോലിക്കാരി എന്നുള്ള രീതിയിലൊക്കെ അലീനയെ താഴ്ത്തിക്കെട്ടുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നത്. അമ്മ എന്തായാലും ഇങ്ങനെയൊക്കെ സംസാരിക്കുള്ളൂ എന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ മക്കൾ കൂടുതലായിട്ട് അതിന് അഭിപ്രായം ഒന്നും പറയാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അതിനിടയ്ക്ക് കൃഷ്ണമോൾ ആണെന്നുണ്ടെങ്കിൽ അലീന ചേച്ചി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കേണ്ടതാണല്ലോ, ഇതിന് എന്ത് പറ്റി എന്നുള്ള രീതി ചോദിക്കുന്നുണ്ട്. ഒരു തവണ ചക്ക വീണിട്ട് മുയൽ ചത്തെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും അതുപോലെ നടക്കണമെന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി അതിനെ പുച്ഛിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷെ അവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് രോഹിത് അനിയത്തിമാർ രണ്ടുപേരും കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അലീന ചേച്ചി അദ്ദേഹത്തിന് മുമ്പിൽ കൈകോപ്പി യാചിച്ച് പറയുന്നത് രീതിയിൽ വരെ പറഞ്ഞു. പക്ഷെ ഡയറക്ടർ അച്ഛൻ അതൊന്നും കേട്ടില്ല. എന്നാ അലീന ചേച്ചി ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോ അച്ഛൻ അവിടെ വിറച്ച് ഉത്തരം മുട്ടി നിന്ന് ആ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കേൾക്കുമ്പോൾ ബബിതയ്ക്കും അതുപോലെ തന്നെ കൃഷ്ണമോൾക്കും അലീന ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ്. അച്ഛനെ അങ്ങനത്തെ മറുപടി കൊടുത്തത് അവർക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാ ഇതൊക്കെ അത്ര വലിയ കാര്യമാണോ? അവള് പോയിട്ട് എന്താ തേങ്ങ നടന്നതെന്നുള്ള കാര്യം ചോദിച്ചിട്ട് വീണ്ടും വൈജയന്തി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞ് അന്നേ ദിവസം രാത്രിയിലാണ് ടോണി കുടിച്ചുകൊണ്ട് മാമച്ചന്റെ വീട്ടിലേക്ക് വരുന്നത്. ടോണി എല്ലാ കാര്യങ്ങളും മറക്കാൻ വേണ്ടി ശ്രമിച്ചതായിരുന്നു. എന്നാൽ മാമച്ചനാണ് തന്റെ പേരക്കുട്ടിയെ അന്വേഷിച്ചിട്ട് തന്റെ വീട്ടിലേക്ക് വന്നിട്ട് വീണ്ടും എല്ലാ കാര്യങ്ങളും ഓർമ്മപ്പെടുത്തിയത്. അങ്ങനെ ഞാനൊരു ഭ്രാന്തനെ പോലെ വീണ്ടും മാറാൻ വേണ്ടി പോവുകയാണെന്നുള്ള രീതിയിലൊക്കെയാണ് ടോണി സംസാരിക്കുന്നത്. കുടിച്ചുകൊണ്ട് വന്നതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം വാ, നീ സ്വഭാവത്തോടു കൂടി വന്നിട്ട് സംസാരിക്കാനും ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ എന്നൊക്കെ മാമച്ചൻ പറയുന്നുണ്ടെങ്കിലും എനിക്ക് ഇപ്പൊ സംസാരിക്കണം, നിങ്ങളുടെ പേരക്കുട്ടി എവിടെയുള്ളതെന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. അവള് ഒരു ഓർഫണേജില് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവളെ കാണാനോ അവരുടെ അരികിൽ എത്തിച്ചെല്ലാനോ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ ടോണി ഇങ്ങനെ പറയുന്നുണ്ട്. മാമച്ചനാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവര് ശത്രുക്കളല്ലല്ലോ, ടോണിയുമായിട്ട് തങ്ങൾക്ക് ഒരു ശത്രുത ഇല്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും താൻ ശത്രുത പ്രഖ്യാപിച്ചത് പോലെയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ടോണി സംസാരിക്കുന്നത്. മാമച്ചന്റെ പേരക്കുട്ടി എവിടെയുള്ളതെന്നുള്ള കാര്യം തനിക്കറിയാം, പക്ഷേ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അത് അവരുടെ അടുത്ത് പറയില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടാണ് അവിടുന്ന് പോകുന്നത്. തുടർന്ന് പിറ്റേ ദിവസം ബബിത കൃഷ്ണമോളെയും കൂട്ടിയിട്ട് പുറത്തോട്ട് പോവാ എന്നുള്ള രീതിയിൽ പോകുന്നുണ്ട്. കാര്യം എന്താണെന്നുള്ള കാര്യം അന്വേഷിക്കുന്നുണ്ട് ബബിതയും അതുപോലെ തന്നെ രോഹിയും. പക്ഷേ കാര്യം എന്താന്നുള്ള കാര്യം വ്യക്തമാക്കാതെയാണ് ബബിത കൃഷ്ണമോളെയും കൂട്ടിയിട്ട് പോകുന്നത്. തിരിച്ചു വരുന്ന സമയത്ത് ഒരുപാട് കയ്യിൽ കവറൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഷോപ്പിംഗ് കഴിഞ്ഞിട്ടാണ് വന്നതെന്നുള്ള കാര്യം രോഹിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ആർക്കാണ് എന്താണ് മേടിച്ചതെന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും രോഹിയുടെ അടുത്ത് പറയാതെ നേരെ അലീനയുടെ മുറിയിലേക്കാണ് രണ്ടുപേരും കൂടി ചെല്ലുന്നത്. അലീനയ്ക്ക് വേണ്ടിയിട്ട് ബബിത ഡ്രസ്സൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. തന്റെ അടുത്ത് പറയാതെ നിങ്ങൾ എവിടെ പോയതായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് കണ്ട ഉടനെ തന്നെ അലീന ചോദിക്കുന്നുണ്ട്. ചേച്ചി, ഞങ്ങള് ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി പോയതായിരുന്നു, ചേച്ചി കവറെല്ലാം തുറന്നു നോക്കി ഇഷ്ടായോ നോക്ക് എന്നൊക്കെ കൃഷ്ണമോള് പറയുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് മേടിച്ച ഡ്രസ്സുകളാണെന്ന് കരുതിയിട്ടാണ് അലീന കവറുകളെല്ലാം തുറന്നു നോക്കുന്നത്. ഓരോന്ന് എടുത്തിട്ട് ഇത് ബബിതയ്ക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ കൃഷ്ണമോൾക്ക് വേണ്ടി മേടിച്ചതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാണ് അലീന. നല്ല രസമുണ്ടെന്നുള്ള കാര്യം പറഞ്ഞതിന് ശേഷമാണ് ബബിത ഇതെല്ലാം മേടിച്ചിരിക്കുന്നത് അലീന ചേച്ചിക്കാണെന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത്. ഇത് കേട്ടിട്ട് ആര് പറഞ്ഞിട്ടാ മേടിച്ചതെന്നാണ് കേട്ടോ അലീന ആദ്യം ചോദിക്കുന്നത്. മുമ്പ് അലീനയുടെ ഡ്രസ്സെല്ലാം ബബിത കേറിയിട്ടുണ്ടായിരുന്നല്ലോ, ആ സമയത്ത് അച്ഛൻ പറഞ്ഞിട്ടായിരുന്നു അലീനയ്ക്ക് ബബിത ഡ്രസ്സെല്ലാം മേടിച്ചു കൊടുത്തത്. എന്നാൽ ഇത്തവണ എനിക്ക് തോന്നിയിട്ട് തന്റെ ഇഷ്ടത്തിന് മേടിച്ചതാണ് എന്നുള്ള കാര്യം അലീനയുടെ അടുത്ത് ബബിത പറയുന്നുണ്ട്. ഇത് കേട്ട് അലീനയ്ക്കാണെന്നുണ്ടെങ്കിൽ സങ്കടാണോ സന്തോഷാണോ എന്താ വരുന്നതെന്നുള്ള അറിയാത്തൊരു വികാരം ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അലീനയുടെ സന്തോഷമൊക്കെ കാണുമ്പോൾ അങ്ങനെ ഇഷ്ടം കൊണ്ടൊന്നും മേടിച്ചതൊന്നുമല്ല, എനിക്ക് തോന്നി അതുകൊണ്ട് മേടിച്ചതെന്നാണെന്നൊക്കെയാണ് കേട്ടോ ബബിത അലീനയുടെ മുമ്പിൽ ആ ഒരു ഇഷ്ടം പ്രകടിപ്പിക്കാൻ ബബിതയ്ക്ക് ഇപ്പോഴും ഒരു ബുദ്ധിമുട്ടുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ സംസാരിക്കുന്നത്. പക്ഷെ ബബിത സ്വന്തം ഇഷ്ടത്തിന് മേടിച്ചു തന്നുള്ള കാര്യം നമ്മുടെ അലീനയ്ക്ക് മനസ്സിലാകുകയും അലീനയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ എന്റെ അടുത്ത് പറയാതെ നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പോയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിൽ ചേച്ചി എന്നെ ഉൾപ്പെടുത്തണ്ട, എനിക്കൊന്നും അറിയില്ലായിരുന്നു. പോകുന്ന വഴിയിൽ വെച്ചിട്ടാണ് അലീന ചേച്ചിക്ക് ഡ്രസ്സ് മേടിക്കാനെന്നുള്ള കാര്യം എന്റെ അടുത്ത് ബബിതേച്ചി പറഞ്ഞത്. ഇവിടുന്ന് പോകുന്ന സമയത്ത് എന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോവാ ചെയ്തത്.
കൂടെ വരാനല്ലേ പറഞ്ഞത്, വന്നാ പോരെന്നൊക്കെയാണ് ചേച്ചി ചോദിച്ചത്. പോവാതെ വേറെ രക്ഷയില്ലാത്തത് കൊണ്ട് ഞാൻ പോയെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ എത്തിയതിനു ശേഷമാണ് ചേച്ചി ഞാൻ അറിയുന്നത് ചേച്ചിക്ക് ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ഇതെല്ലാം സെലക്ട് ചെയ്തതും ബബിത ചേച്ചി തന്നെയാണ് കേട്ടോ എന്നൊക്കെ നമ്മുടെ കൃഷ്ണമോള് പറയുന്നുണ്ട്. ബബിതയ്ക്ക് അലീനോടുള്ള ആ സ്നേഹമാണ് ഇങ്ങനത്തെ ഓരോ രീതിയിൽ പ്രകടിപ്പിക്കുന്നത് എന്നുള്ള കാര്യം അലീനയ്ക്കും ബബിതയ്ക്കും ഒക്കെ അറിയാം. പക്ഷെ അത് നേരിട്ട് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ബബിതയ്ക്ക് എന്തോ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ട്. പക്ഷെ അലീനയോട് ബബിതയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഡ്രസ്സൊക്കെ ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ നീ മേടിച്ച സാധനം എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കോ എന്നൊക്കെ ബബിതയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചേച്ചി ഇതൊക്കെ ഒന്ന് ഇട്ട് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ബബിതയും കൃഷ്ണമോളും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അവര് പോയതിനു ശേഷം അലീനയാണെന്നുണ്ടെങ്കിൽ സന്തോഷം കൊണ്ട് ആ ഡ്രസ്സ് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അന്നേ ദിവസം തന്നെ കോളേജിൽ നിന്നും രോഹിതിന്റെ പേരിൽ ഒരു ലെറ്റർ വന്നിട്ടുണ്ട് കേട്ടോ. ആ ലെറ്ററിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ രോഹിയും അതുപോലെ തന്നെ അലീനയും അവിടെ എത്തണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് കേട്ടോ. ലെറ്റർ വന്നത് കാണുമ്പോൾ തന്നെ കോളേജിൽ നിന്നുള്ള കാര്യം മനസ്സിലാവുന്നതുകൊണ്ട് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എന്തായിരിക്കും കാര്യം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നാളെ രാവിലെ 10 മണിക്ക് കോളേജിൽ എത്താൻ പറഞ്ഞിട്ടാണ് ഈ ലെറ്റർ അയച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആണോ, അത് നല്ല കാര്യമാണല്ലോ എന്ന് കേട്ടപ്പോ തന്നെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ തന്റെ കൂടെ അലീന ചേച്ചിയും ഉണ്ടാകണം എന്നുള്ള കാര്യം ഈ ലെറ്ററിനകത്ത് എഴുതിയിട്ടുണ്ടെന്ന് കേൾക്കുമ്പോ ഞാൻ വരണമെന്നോ, അതെന്താ അങ്ങനെ എഴുതിയിരിക്കുന്നത്, നിന്റെ കൂടെ അച്ഛൻ വരണം എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ എഴുതേണ്ടത്, കാരണം അങ്ങനെയല്ലേ പോവേണ്ടെന്നൊക്കെ രോഹിയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അലീന. ഈ ലെറ്ററിനകത്ത് അലീന ചേച്ചിയും കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം രോഹി വ്യക്തമാക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ വൈജയന്തിയും അറിയുന്നുണ്ട് കേട്ടോ. അലീന ചേച്ചി ആയിരുന്നല്ലോ ഇന്നലെ രോഹിയേട്ടന്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ചേച്ചിയുടെ അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞത്. എന്തായാലും ചേച്ചി ഇന്നലെ പോയതല്ലേ, നാളെ പോകുന്നതിൽ എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് വരുന്നോണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ എന്നെ കൂടെ കൊണ്ടുവരണമെന്ന് ലെറ്ററിൽ എഴുതിയിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നതെന്നൊക്കെ പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ രണ്ടുപേരും കൂടി ചേർന്നിട്ട് പോവാന്നുള്ള തീരുമാനം എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് രാത്രിയിലാണ് കേട്ടോ കാണിക്കുന്നത്. പതിവ് പോലെ തന്നെ വൈജയന്തി കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ അലീനയുടെ മുറിയിലേക്ക് ചെല്ലുവാണ്. വൈജയന്തിന്റെ മനസ്സിൽ കിടന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും വിങ്ങിപ്പെട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. കാരണം ബബിത അലീനയ്ക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് മേടിച്ചു കൊടുക്കുന്നു, ഈ കാര്യങ്ങളും അറിയുന്നു. അതുപോലെ തന്നെ രോഹിയുടെ കോളേജിലേക്കാണെന്നുണ്ടെങ്കിൽ അലീനയും കൂട്ടിയിട്ട് വരാനാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതൊന്നും വൈജയന്തിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അലീന കാരണം ഇനിയിപ്പോ രോഹി പഴയതുപോലെ തന്നെ കോളേജിൽ പോകാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതും വൈജയന്തിക്ക് വലിയൊരു തിരിച്ചടി എന്നുള്ള രീതി തന്നെയാണ്. അതുകൊണ്ടൊക്കെ ആ ഒരു അമർഷവും ദേഷ്യമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് അന്നേ ദിവസം രാത്രിയിൽ അലീനയുടെ മുറിയിലേക്ക് കയറി ചെല്ലുന്നത്. 2 ആഴ്ച കൂടി അലീന സമയം ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. അത് തരാൻ വേണ്ടി പറ്റില്ല. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ അലീന ഇവിടുന്ന് പോകണം എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് കേട്ടോ. നാളെ തന്നെ പോകാൻ വേണ്ടി പറയുമ്പോൾ നാളെ രോഹിയുടെ കൂടെ കോളേജിൽ പോകുന്ന കാര്യത്തെ കുറിച്ചിട്ടൊക്കെ അലീന സംസാരിക്കുന്നുണ്ട്. ഇത് കേട്ട വൈജയന്തി ആണെങ്കിൽ രോഹി എന്റെ മകനല്ലേ, അവൻ നിന്റെ ആരും അല്ലല്ലോ, എന്റെ മകന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇനി വൈജയന്തിക്ക് ഒട്ടും സമയം വിട്ടുകൊടുക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. എത്രയും വേഗം തന്നെ അലീന ഇപ്പൊ ഇറങ്ങാൻ വേണ്ടി പറ്റുമെങ്കിൽ ഇപ്പൊ ആ നിമിഷം തന്നെ ഇറങ്ങണം എന്നുള്ള മട്ടിലാണ് കേട്ടോ വൈജയന്തി സംസാരിക്കുന്നത്. നീ ഈ കുടുംബം വെളുപ്പിക്കോടി, നീ ഈ കുടുംബം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും നീ ചെയ്യാൻ വേണ്ടി പറ്റുന്നതൊക്കെ ചെയ്യടി എന്നൊക്കെ പറഞ്ഞിട്ട് അലീനയെ വെല്ലുവിളിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ വൈജയന്തിന്റെ സംസാരം കേൾക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ക്ഷമിച്ചൂടെ എന്നുള്ള കാര്യം അലീന ചോദിക്കുകയാണേ. ഇത് കേട്ട വൈജിയാണെന്നുണ്ടെങ്കിൽ നിന്നോട് ഇനി ഒരു സെക്കൻഡ് നേരം പോലും ക്ഷമിക്കാൻ വേണ്ടി എനിക്ക് പറ്റില്ല. നാളെ രാത്രി ഈ വീട്ടില് നമ്മൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അലീനയെ വെല്ലുവിളിച്ചിട്ടാണ് കേട്ടോ മുറിയിൽ നിന്നും രാത്രിയിൽ ഇറങ്ങി പോകുന്നത്. ഇതെല്ലാം കേട്ടിട്ട് അലീനയ്ക്കാണെങ്കിൽ ഭയങ്കര വിഷമിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാൽ പിറ്റേ ദിവസം അലീന തന്നെയാണ് കോളേജിലേക്ക് രോഹിയുടെ കൂടെ പോകുന്നത്. രോഹിയെ തിരിച്ച് കോളേജിൽ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ വൈജയന്തി പറഞ്ഞതുപോലെ അലീന അന്നേ ദിവസം രാത്രിക്ക് മുമ്പ് അവിടുന്ന് ഇറങ്ങി പോവോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്